നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിശ്വാസം എന്നത് ദാമ്പത്യ ജീവിതത്തിന്റെ മുഖ്യ ഘടകമാണെന്ന് ഓർത്തുകൊള്ളണം. എന്നാൽ ഇതൊക്കെ ഇക്കാലത്ത് വില പോകില്ല എന്ന വിധത്തിലേക്കുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനു മുമ്പ് പുറത്തു വന്ന ചില വാർത്തകളും ഇത്തരം വാദത്തെ പിന്തള്ളുന്നത് തന്നെയാണ്. പ്രവാസ ലോകത്ത് നിന്നും പുറത്തു വരുന്ന വാർത്ത ഏറെ ദുഃഖകരമാണ്. വ്യാജരേഖ ചമച്ച് ഭാര്യയുടേതുൾപ്പെടെ വിവിധ അക്കൗണ്ടുകളിലേക്ക് 5.2 ദശലക്ഷം ദിർഹം, അതായത് ഏതാണ്ട് 10 കോടിയോളം രൂപ അപഹരിച്ച ബാങ്ക് ഉദ്യോഗസ്ഥനെതിരായ കേസ് ദുബായ് കോടതിയിൽ എത്തി നിൽക്കുകയാണ്. ഇതിൽ പെട്ടുപോയതോ ഭാര്യയും. വാർത്തയിലേക്ക്. ദുബായിൽ വ്യാജരേഖകൾ ചമച്ച് ഭാര്യയുടേതുൾപ്പെടെ വിവിധ അക്കൗണ്ടുകളിലേക്ക് 5.2 ദശലക്ഷം ദിർഹം, ഏതാണ്ട് 10 കോടിയോളം രൂപ അപഹരിച്ച ബാങ്ക് ഉദ്യോഗസ്ഥനെതിരായി ദുബായ് കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. എന്നാൽ പ്രവാസി ഇപ്പോൾ നാട് കടന്നതായാണ് ലഭിക്കുന്ന സൂചന. തട്ടിപ്പ് നടത്തിയ പാകിസ്ഥാൻ സ്വദേശി രാജ്യം വിട്ടെങ്കിലും ഇയാളുടെ ഭാര്യയെ പോലീസ് അറസ്റ്റ് ചെയ്തതായാണ് വിവരം. ദുബായിലെ ഒരു ബാങ്കിന്റെ പ്രോപ്പർട്ടി പ്രോജക്റ്റിന്റെ മാനേജറായിരുന്നു തട്ടിപ്പ് നടത്തിയ പ്രതി എന്നത്. തന്റെ സ്ഥാനം ദുരുപയോഗം ചെയ്ത് ഇയാൾ വ്യാജരേഖകൾ ചമച്ചാണ് വൻ തുക സ്വന്തമാക്കിയതെന്നാണ് ലഭിക്കുന്ന വിവരം. 2011 ഫെബ്രുവരിക്കും 2017 ജൂലൈക്കും ഇടയിൽ പ്രതി 5.2 ദശലക്ഷം ദിർഹം തട്ടിച്ചുവെന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തട്ടിപ്പ് പുറത്തറിയാതിരിക്കാൻ ഇയാൾ വളരെ ബുദ്ധിപൂർവമാണ് ഇടപെട്ടിരുന്നതെന്നും ഇതിലൂടെ വ്യക്തമാകുന്നതാണ്. സ്വന്തം ഭാര്യയുടേതുൾപ്പെടെ നിരവധി അക്കൗണ്ടുകളിലേക്കാണ് പ്രതി പണം നിക്ഷേപിച്ചത്. ഒരുമിച്ച് വലിയ തുക ഒരു അക്കൗണ്ടിൽ നിക്ഷേപിച്ചാൽ സംശയം ഉണ്ടാകുമെന്നതിനാലായിരുന്നു ഇത്തരത്തിലൊരു നീക്കം നടത്തിയതെന്ന് വ്യക്തമാണ്. തട്ടിപ്പ് എങ്ങനെയാണ് പുറത്തറിഞ്ഞതെന്ന് വ്യക്തമല്ല. പക്ഷേ ദുബായ് പോലീസ് പ്രതിയായ വ്യക്തിയുടെ ഭാര്യയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നാടുവിട്ട പ്രതിക്കെതിരെയും കുറ്റം ചുമത്തുകയുണ്ടായി. 5.2 ദശലക്ഷം ദിർഹം അപഹരിച്ചു, കള്ളപ്പണം വെളുപ്പിക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്നാൽ കുടുങ്ങിയതോ ഭാര്യയുമെന്ന് ഓർത്തുകൊള്ളണം. ATM വഴിയും ചെക്കുകൾ വഴിയുമാണ് പ്രതിയുടെ ഭാര്യയായ യുവതി പണം പിൻവലിച്ചിരുന്നതെന്ന് പ്രോസിക്യൂട്ടേഴ്സ് വ്യക്തമാക്കുകയുണ്ടായി. കള്ളപ്പണം വെളുപ്പിക്കൽ, കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുക തുടങ്ങിയ വകുപ്പുകളാണ് സ്ത്രീക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കോടതിയിൽ യുവതി കുറ്റം നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഇതേപ്പറ്റി തനിക്കൊന്നും അറിയില്ല എന്ന വാദമാണ് യുവതി ഉന്നയിച്ചത്. തന്റെ ഭർത്താവാണ് ഇതെല്ലാം ചെയ്തത്, അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് തന്നോട് പറഞ്ഞിട്ടില്ല എന്നും യുവതി ജഡ്ജിയോട് പറയുകയുണ്ടായി. സാക്ഷികളെ വിസ്തരിപ്പിച്ച ശേഷം നവംബറിൽ വീണ്ടും കേസ് പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. തന്റെ സ്ഥാനം ദുരുപയോഗം ചെയ്ത് തന്റെ ഭാര്യയുടെ പേരിൽ ഇത്തരത്തിലൊരു കള്ളം നടത്തിയ പ്രവാസി ഇപ്പോഴും എവിടെയാണെന്ന് പോലീസിന് കണ്ടെത്താനായിട്ടില്ല. എങ്കിലും ചെയ്ത തെറ്റ് തന്നെയാണ്, അത് പൊറുക്കാനാവില്ല. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.